നമുക്കൊരാളെ പുറം കണ്ടിട്ട് നല്ലതാണെന്നും പറയാൻ പറ്റില്ല, അല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെല്ലാവരെ കുറിച്ച് നല്ലവനാണെന്ന് ചിന്തിക്കാൻ പാടുള്ളൂ. ഗസാലി ഇമാമൊക്കെ പറഞ്ഞൊരു മാതൃകയുണ്ട്. ചെറിയ കുട്ടികൾ വലിയ കുട്ടികളെ കണ്ട ചിന്തിക്കുക. എന്ത് പടച്ചോനെ, പ്രായമുള്ള ആൾക്കാരെ ചെറുപ്പക്കാരെ കണ്ട ചിന്തിക്കുക, അയാൾ കുറേ പ്രായമുള്ള ആളാണ്, അപ്പോൾ കുറേ ഹൈറ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ ചെറിയ പ്രായമില്ലായിട്ടുള്ള കുറേ ഹൈറിന് സമയം കിട്ടിയിട്ടില്ല, അയാൾ കുറേ ഹൈറ് ചെയ്തിട്ടുണ്ടാകും, അൽഹംദുലില്ലാ, അയാളോട് ദ്വാരിപ്പിക്കുക, നിങ്ങൾ ദ്വാരിക്കണേന്ന് പറയാം. പ്രായമുള്ള ആൾക്കാർ ചെറിയ കുട്ടികളെ കാണുമ്പോൾ എന്താ ചിന്തിക്കേണ്ടത്? പടച്ചോനെ, നമ്മളവസ്ഥ നമുക്കറിയില്ലേ. അപ്പോൾ കുട്ടികളോട് പറയാം, മക്കളെ ആ ഓരെ കുറിച്ച് ചിന്തിക്കുക, പടച്ചോനെ അവരൊക്കെ ചെറിയ മക്കളാണ്, തെറ്റൊന്നുമില്ലാതെ ചെയ്തിട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ ഈ 30, 40, 50 കൊല്ലമായിട്ട് ജീവിച്ചിട്ട് കുറേ തെറ്റ് പലതും ചെയ്തു പോയി പടച്ചോനെ ഇന്ന് ചിന്തിച്ച് അവരൊക്കെ ഒരു തെറ്റും ചെയ്യാത്ത ചെറിയ മക്കളാണ്. എന്നിട്ട് ആ കുട്ടികളോട് കൈ പിടിച്ചിട്ട്, അത് മുത്താലിമാവട്ടെ അല്ല, മുത്താലിങ്ങൾക്ക് പ്രത്യേക പവറുണ്ട്, അല്ലാത്ത കുട്ടികളാണെങ്കിൽ കുടുംബത്തിലെ ഏട്ടൻ്റെ അഞ്ചൻ്റെ മക്കൾ ആരാണെങ്കിലും കൈ പിടിച്ച് മക്കളെ ദ്വാരക്കണട്ടോ എന്ന് പറയാം. നമുക്കല്ലെങ്കിലും കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? നമുക്ക് കുറ്റം എന്ന് പറയുന്നത് കല്ലുടിക്കുക, അത് തെറ്റാണ്. പക്ഷെ അത് ബാഹ്യ ഹറാമ, ആന്തരിക ഹറാമ് വേറെ ഉണ്ട്. ബാഹ്യ ഹറാമിനെ കുറിച്ച് എല്ലാവരും പറയും, ആന്തരിക ഹറാമ് ചർച്ചയില്ല. ബാഹ്യ ഹറാമ് എന്ന് പറഞ്ഞാൽ കല്ലുടിക്കുക, മോഷണം നടത്തുക, വ്യഭിചാരം നടത്തുക, അങ്ങനെയുള്ള അതൊക്കെ ബാഹ്യ ഹറാമുകളാണ്. പക്ഷെ അതിനേക്കാൾ ഗൗരവത്തിൽ അത് ചിലപ്പോൾ അള്ളാഹു തആല വേഗം പുറത്തേക്കാം. പക്ഷെ ആന്തരിക ഹറാം അള്ളാഹ് ഒരിക്കലും ഇഷ്ടമില്ല. അവസാനം കിബിറ്, അത് ചർച്ച തന്നെ ചെയ്യുന്നില്ല. നമ്മൾ തെറ്റ് എന്ന് പറയാം. എന്താ നമ്മൾ തൗബയിൽ നിങ്ങൾ പറയാം, എന്താ തൗബയിൽ നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ എത്രയോ റബീഉൽ അവ്വൽ തൗബയും ചെയ്യാറില്ല. നമുക്ക് ആയിക്കോട്ടെ, വേറെ രസം ഉണ്ടായില്ല. തൗബൻ്റെ എല്ലാ സെക്കൻഡ് ഏറ്റവും നല്ലത് ഇങ്ങനെ പറഞ്ഞ് നീണ്ടു പോകും. ഞാൻ ഇങ്ങോട്ട് വരട്ടെ, റമദാനിലേക്ക് വരട്ടോ. റബീഉൽ അവ്വൽ പിന്നെ റമദാനിൽ നമ്മൾ തൗബ ചെയ്യാറില്ലേ? നമ്മൾ എന്തൊക്കെ തൗബ ചെയ്യുക? കട്ടത് അങ്ങനെ കുറേ സമയം പടച്ചോനെ കിബിറ് കാണിച്ച് നടന്ന് പൊരുത്തപ്പെട്ടിരുന്ന എത്ര ആൾക്കാർ പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ പറയുന്നത് അള്ളാഹു കിബിറ് അള്ളാഹ്ക്ക് ഒരിക്കലും ഇഷ്ടമല്ലത്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കാരണം എന്താണെന്നറിയോ? അതിന് വേറെ കാരണമൊക്കെ ഉണ്ട് അതിന്. അതിൻ്റെ കാരണം പ്രേമം തന്നെയാണ്. എല്ലാം പ്രേമമില്ലാത്തൊരു പരിപാടി ലോകത്തില്ല. പ്രേമം തന്നെ പറയുക, ആ വാക്കിനാരും തെറ്റിദ്ധരിക്കരുത്. അത് ഏതോ ആൺകുട്ടി പെൺകുട്ടി പ്രേമിക്കണം, ആ വാക്ക് ഇതിന് പറ്റൂല എന്നാരും പറയും ചെയ്യരുത്. അത് പറ്റൂല. ഏറ്റവും നല്ല വാക്കുകൾ ഹബീബിനെ കൊടുക്കണ്ടേ. മറ്റുള്ളവർ ഒഴിവായിക്കോട്ടെ, ഓര് വേണമെങ്കിൽ വേറെ കൂത്താട്ടെന്ന് വേറെ എന്താ പേരിട്ടോട്ടെ. ഏറ്റവും നല്ല വാക്ക് മനസ്സിലായത്? ഒരു വിഷയത്തിൽ ഏറ്റവും നല്ല വാക്ക് വേറെ എന്തോ അത് ഉപയോഗിച്ചാൽ അവരത് ഒഴിവാക്കിയിട്ട് ഹബീബിന്റെ വിഷയത്തിൽ വിട്ടുതരാ വേണ്ടത്. അത് കാമുകിമാർ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിട്ടുകൊടുക്കലല്ല. ഹബീബിന്റെ വിഷയത്തിൽ പറയാവുന്ന നല്ല വാക്കുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ഉപയോഗിക്കാൻ വേണ്ടി. ശിർക്ക ഏറ്റവും അള്ളാഹ്ക്ക് വെറുക്കാനുള്ള കാരണം എന്താണെന്ന് പറയുമെങ്കിൽ പ്രേമാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പറഞ്ഞു. ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് ഒരാൾ പറയണം, ഒരു ഉദാഹരണം പറയണത്. അപ്പോൾ ഷബീലിൻ്റെ ഭാര്യ ഷബീലിനോട് പറയണത്, ഇക്ക നിങ്ങൾക്ക് ഞാൻ മാത്രം മതിട്ടോ. അതെന്താ ദേഷ്യം കൊണ്ട് പറയുന്നത്? അതല്ല ഇഷ്ടം കൊണ്ട് പറയുന്നത്. എന്താ അത്? ദേഷ്യമാണോ ഇഷ്ടമാണോ? അത് നിങ്ങൾക്ക് ഞാൻ മാത്രം പറഞ്ഞ പ്രേമമാണോ അതല്ല ദേഷ്യം? എന്താ അത്? അത് സംശയം. അതും ഇല്ലേ, നാട്ടിലൊന്നും ഇല്ലേ? പ്രേമല്ലേ? കല്യാണം കഴിയാത്ത മുത്താലിമീങ്ങൾക്ക് വരെ മനസ്സിലായി പ്രേമം എന്ന് വിളിച്ചു തുടങ്ങിയിട്ട് അവിടുന്ന്. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കിതാബുകളിൽ അള്ളാന്റെ പ്രേമം മനസ്സിലാക്കുന്നുണ്ടാവും. മാരിപത്തിന്റെ ലോകം അള്ളാഹ് തുറന്നു കൊടുത്താൽ മൊത്തം പ്രേമം, ഒരവസ്ഥ വേറെ ലോകത്തില്ല. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. ശിർക്ക് എന്തുകൊണ്ട് ഗൗരവമുള്ളതായി? പ്രേമമാണ് കാരണം എന്നാണ് ഈ പറയുന്നത്. എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുല്ല ഭാര്യ ഭർത്താവും ഷബീലിന്റെ ഭാര്യ ഷബീലിനോട് പറയണത്, നിങ്ങൾക്ക് ഞാൻ മാത്രം മതി, വേറെ ആരും വേണ്ടട്ടോ എന്ന്. അത് ഷബീലിന്റെ ഭാര്യക്ക് ഷബീലിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പറയുന്നത്. എന്താ വഹ്ദാനിയത്താണത്, ആണോ? അല്ലേ? ഏകത്വം. മനസ്സിലാവേണ്ടത് അതന്നെയാണ് അള്ളാഹിനോട് നമ്മളും പറയുന്നത്. പടച്ചോനെ വേറെ ആരും ഇല്ലട്ടോ, ഈ മാത്രമല്ല കേട്ടോ, ലാ ഇലാഹ. അവിടെ ലാ ഭർത്താവല്ല, നിങ്ങളോട് പറഞ്ഞു ലാ ഭർത്താവാണ്. ഇവിടെ ലാ ഇലാഹ, ആ മാറ്റം ഉണ്ടാവുന്ന അർത്ഥം. ഒന്നൊരു സൃഷ്ടി ഒരു വേറെ സ്ഥാനത്തോട് പറയുന്നത് അത്രേ ഉള്ളൂ. ഇവിടെ ലാ ഇലാഹ, പടച്ചോനെ വേറെ ആരും ഇല്ലട്ടോ. ഈ വേറെ ആരില്ലട്ടോ എന്ന് അള്ളാഹിനോട് പ്രേമം പറഞ്ഞിട്ട് ഇപ്പുറത്ത് പോയിട്ട് വേറെ ആരോട് പങ്കുവെച്ചാൽ അത് പ്രേമത്തിനെതിരെ. അതുകൊണ്ടാണ് ശിർക്ക് ഗൗരവമുള്ളതായത് മാറിയത്. ഇത് മനസ്സിലാവുണ്ടോ? അത് സഹിക്കൂല. ഇനി ആ ശിർക്കിൽ ഏറ്റവും ചെറിയ ശിർക്കാണ് എന്ത്? ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞിട്ട് കൊച്ചു സാധനങ്ങളുണ്ട്, സിഫാത്തുകള്. അതിൽപ്പെട്ടതാണ് അഹങ്കാരം. അതാണ് അത് ഗൗരവമുള്ളതായി മാറുന്നത്. എന്താ പറഞ്ഞു തരും? നമുക്ക് തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുറമുള്ള കുറെ കാര്യങ്ങളാണ്. കൽബിയായിട്ട് വന്നു പോകുന്ന കുറെ കൽബിയായതുണ്ട്, ഫഅലിയായതുണ്ട്, ഹാലിയായതുണ്ട്, സിറിയായതുണ്ട്, ഒക്കെ തെറ്റുകളുണ്ട്. അല്ലാഹു തആല അതൊന്നും തിരിച്ചറിയാനെങ്കിൽ തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു എന്താ, നമ്മൾ തൗബ ചെയ്യുമ്പോൾ നമ്മുടെ തൗബ പോലും സാമ്പ്രദായികമായ ചില തൗബകളിലായി മാറിപ്പോകണം. അല്ലാഹു തിരിച്ച് ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഈ നമ്മൾ മുജ്രിം ഹു ആ വരി പാടിയുടെ നമ്മളെ വരി പാടിയപ്പോഴാണ് പറഞ്ഞത്, ഞാൻ പാപിയാണ് തങ്ങളെ. മഹാനവറുകൾ പാപിയായിട്ടല്ല ഈ പാട്ട് പാടിയത്. മഹാനവറുകൾ പാപി ആയതുകൊണ്ട് പാടിയതല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവർ പാടിയതാണ്. പാടി വെക്കാം.
मैं मुजरिम हुआ आका मुझे साथ ले लो कि रास्ते में है जा बजाने वाले मैं मुजरिम हुआ आका मैं मुजरिम हुआ आका मुझे साथ ले लो के रास्ते में है जा बजाने वाले चमक तुझसे पाते हैं सब पाने वाले मेरे दिल भी चमका दे ചംകാനെ വാലേ. അപ്പൊ ഈ ലോകത്ത് എന്ത് കണ്ടാലും അള്ളാനെയും ഓർമ്മ വരണം. ആർക്ക് വേണ്ടിയാണോ അള്ളാഹ് സൃഷ്ടിച്ചത്, ഹബീബിനെയാണോ, ഹബീബിനെയും ഓർമ്മ വരിക. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ്. നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങളുടേതല്ല. അവന് അഹങ്കാരം വരല്ലോ, അഹങ്കരിക്കാൻ ഓപ്ഷൻ ഇല്ലല്ലോ. നിങ്ങളതാ ഫോൺ, നിങ്ങളെ ഫോൺ, നിങ്ങളെ ശരീരത്തിന് തന്നെ നിങ്ങൾക്ക് നിയന്ത്രണം ഇല്ലല്ലോ, എനിക്കില്ലല്ലോ. ഉണ്ടോ? തിരിച്ച് വീട്ടിൽ പോകുന്ന ഉറപ്പുള്ള ആൾക്കാരുടെ കൈവോക്കേ, തിരിച്ച് വീട്ടിൽ പോകുന്ന ഉറപ്പുള്ളവർ കൈവോക്ക്. ഒറ്റ കൂട്ടൽ എനിക്കും ധൈര്യമില്ല, ഞാൻ കൈവക്കില്ല, ധൈര്യമില്ല. എൻ്റെ അള്ളാഹു എന്താണോ എന്നെ കൊണ്ട് കണക്കാക്കിയതെന്ന് അറിയില്ല. അൺസർട്ടൈനിറ്റി ഈസ് ലൈഫ്. ലൈഫ് അൺസേർട്ടനാ. നാളെ എന്തെന്ന് അറിയില്ല. അറിഞ്ഞാൽ രസം ഉണ്ടാവില്ല. 2034 മരിച്ചോ എന്ന് കേട്ടാൽ ഇപ്പൊ തന്നെ നെഞ്ചുവേദനയോട് അറ്റാക്കായിട്ട് ഇന്ന് മരിക്കൂ. അള്ളാഹു തീരുമാനിച്ചു 2034. അല്ല, ഞാൻ ആ അറ്റാക്ക് വന്നാലും തീരുമാനമാണ്, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. 2 ഓപ്ഷൻ ഉണ്ടെന്ന് കൂടിക്കോ. 2034 മരിക്കുമെന്ന് വെച്ചാൽ ചങ്ങായി 2024 തന്നെ അറ്റാക്കായിട്ട് പഠിച്ചോനെ, അറ്റാക്കായിട്ട് ഇങ്ങനെ മരിക്കും. അതുകൊണ്ടത് പറയാത്തത്. എത്ര സുന്ദരമായിട്ട് എത്ര 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 ആളുകൾ പഠിച്ചോനെ, നമുക്കൊന്നും അറിയില്ല.